ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 ലെയർ ടെൻഡർ കോക്കനട്ട് ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജലാറ്റിനാണ്. ചൈന ഗ്രാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഈ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, നല്ല മധുരമുള്ള വെള്ളമാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതിയാവും. ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 2-3 സ്പൂണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1 ടീസ്പൂണ് ജലാറ്റിനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇടുമ്പോഴത്തേക്കും ചൈന ഗ്രാസ് ഒരു 3 ഗ്രാമൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് തണുപ്പിക്കാൻ വെക്കുക. അപ്പം നല്ല പെർഫെക്റ്റ് ജെല്ലി ആയിട്ട് വരും. ഈ ജലാറ്റിൻ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അതൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുക. കാണുമ്പോൾ ജെല്ലി പോലെ തോന്നുമെങ്കിലും ഒരു ക്രീമി ടെക്സ്ചറിലാണ് അതിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തണുത്ത് വന്ന് കഴിയുമ്പോഴാണ് ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ തേങ്ങാവെള്ളം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നല്ല തണുത്തിട്ടൊന്നുമില്ല, ചൂടാറി വന്നിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് പുഡിങ് സെറ്റാക്കേണ്ട പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഇളനീരിൻ്റെ കാമ്പ് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് കാര്യമില്ല, കാരണം അത് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്ത പോലെ ഒന്നും നിൽക്കില്ല. ഇത് മുകളിലോട്ട് പൊങ്ങി വരും. എന്നാലും ഞാനൊരു ഭംഗിക്ക് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഈ തേങ്ങാവെള്ളത്തിന് അകത്ത് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് അരിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് ഒരു 4-5 മണിക്കൂർ വെക്കുമ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങാവെള്ളം എടുക്കുന്നുണ്ട്. തേങ്ങാവെള്ളമല്ല, ഇളനീരിൻ്റെ വെള്ളം. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ അളവിനാണ് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അരമുറി ഇളനീരിൻ്റെ കാമ്പെടുത്താൽ മതിയാവും. അതിനെ നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി ഈ തേങ്ങാവെള്ളം ഒഴിച്ച് ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് ടെൻഡർ കോക്കനട്ട് ആയതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നില്ല. തേങ്ങയാണെങ്കിൽ നമ്മൾ അരിച്ചതിൻ്റെ പാല് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ പാത്രത്തിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്കും ഇത് കുഞ്ഞി പാത്രം ആയതുകൊണ്ട് ഇനിയും നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളമൊക്കെ നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിനെ മാറ്റി വലിയൊരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഏകദേശം 1 കപ്പോളം വരും. അതും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ചെറിയ മധുരം മതി എന്ന് വിചാരിച്ചിട്ട്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയുടെ അളവ് പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് കോൺഫ്ലോർ ഉള്ളത് കാരണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് അടിയിൽ പെട്ടെന്ന് കട്ടി പിടിച്ചു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അത്യാവശ്യം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമുക്ക് 2 ലെയറായിട്ട് നല്ലൊരു പുഡിങ് കിട്ടും. അപ്പോൾ ഇത് ചൂടാറാതെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ ഈ ജെല്ലിയൊക്കെ ആകെ കുളമായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഞാനൊരു ഓവർനൈറ്റ് മൊത്തം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിത് വൈകുന്നേരം ഉണ്ടാക്കിയതുകൊണ്ട് ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. അത്രയും വെക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്രയും വെച്ചാൽ മതിയാവും.
അപ്പോൾ നമ്മൾ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് അതിനെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്നാണ് ഇത് എടുക്കുന്നത്. നമ്മൾ അടപ്പെടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊന്ന് മനസ്സിലാവും, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സ്പൂണോ സ്പാച്ചിലയോ വെച്ച് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് വിട്ട് വരും. അങ്ങനെ വിടുവിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഇത് കമിഴ്ത്തി കൊടുക്കാം. അങ്ങനെ കമിഴ്ത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം റെഡിയായി. അപ്പോൾ എൻ്റെ ഇതിനകത്ത് ഞാൻ ജലാറ്റിന ഉപയോഗിച്ചതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അത് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഇളകി വരാതിരുന്നു. ഈ മേലത്തെ ജെല്ലി പാർട്ട് ഇളകി വരാതിരുന്നത് കൊണ്ട് ഒരു സൈഡ് ചെറുതായിട്ട് കുളമായിട്ടുണ്ട്. അപ്പം ഞാനിത് പുതിന ഇലയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാനൊരു തുളസി ഇല വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് സമയമല്ല, നമുക്ക് ഉണ്ടാക്കുന്നത് ചെറിയ പണിയേ ഉള്ളൂ. ഇതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കാനാണ് ഇതിന് സമയം കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഇളനീരൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ചൈന ഗ്രാസ് ഉപയോഗിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക, അതേ ഉള്ളൂ. നല്ല ഒരു നോൺ ഹെൽത്തി അല്ല, ഹെൽത്തി ആണോ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും ദോശര അല്ലാത്തൊരു നല്ലൊരു സ്വീറ്റാണിത്, നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇളനീരൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.